ജന്മം നൽകിയതിനുള്ള ശിക്ഷ നടപ്പാക്കിയെന്നാണ് മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം മകൻ ആഷിഖ് നാട്ടുകാരോട് പറഞ്ഞത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ശനിയാഴ്ചയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. അർബുദ രോഗിയായ അടിവാരം സ്വദേശി സുബൈദയാണ് മകന്റെ വെട്ടേറ്റ് കൊല്ലപ്പെട്ടത്. സുബൈദയുടെ ഖബറടക്കം ഇന്ന് നടക്കും. മസ്തിഷ്കാർബുദം ബാധിച്ച സുബൈദ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതുപ്പാടി ചോയിയോടുള്ള സഹോദരിയുടെ വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് ഇവിടെ വെച്ചായിരുന്നു സംഭവം. ഉമ്മയെ കാണാനെത്തിയ മകൻ വീട്ടിൽ മറ്റാരുമില്ലായിരുന്ന സമയത്ത് സുബൈദയെ കൊലപ്പെടുത്തുകയായിരുന്നു. ഗുരുതരമായി വെട്ടേറ്റ സുബൈദയെ നാട്ടുകാർ ചേർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിലവിളി ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരനാണ് കൊലപാതക വിവരം പോലീസിൽ അറിയിച്ചത്. ആഷിഖും കൊല്ലപ്പെട്ട സുബൈദയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. നാട്ടുകാരെത്തി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ആഷിഖ് തട്ടിക്കയറുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ആഷിഖ് മയക്കുമരുന്നിന് അടിമയാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. നേരത്തെയും ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊലപാതകത്തിന് മുൻപ് അടുത്ത വീട്ടിൽ നിന്ന് തേങ്ങ പൊളിക്കാൻ എന്ന് പറഞ്ഞ് വെട്ടുകത്തി ആഷിഖ് വാങ്ങിയിരുന്നു. കഴുത്ത് ഏറെക്കുറെ അറ്റ നിലയിലായിരുന്നു. അയൽക്കാരാണ് സുബൈദയെ താമരശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചത്. ആക്രമണത്തിനു ശേഷം വീട്ടിനുള്ളിൽ ഒളിച്ചിരുന്ന ആഷിഖിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അയൽവാസിയുടെ വീട്ടിൽ നിന്ന് കൊടുവാൾ വാങ്ങിയാണ് ആഷിഖ് ഉമ്മയെ വെട്ടിയത്. തേങ്ങ പൊളിക്കാനാണ് എന്ന് പറഞ്ഞാണ് ആഷിഖ് കൊടുവാൾ വാങ്ങിയത്. താമരശ്ശേരിയിലെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ സുബൈദയുടെ കഴുത്ത് ഏറെക്കുറെ അറ്റ നിലയിലായിരുന്നു. പ്രതി +2 വരെ നാട്ടിലായിരുന്നു പഠിച്ചത്. അതിനുശേഷം കോഴിക്കോട് പഠിച്ചു. ഇവിടെ വെച്ചാണ് ലഹരി ഉപയോഗം തുടങ്ങിയതെന്നാണ് വിവരം. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി സുബൈദയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കായിരുന്നു മാറ്റിയത്. 24 വയസ്സുകാരനാണ് മകനായ ആഷിഖ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി സുബൈദയും മകൻ ആഷിഖും സഹോദരി സക്കീനയുടെ ചോയിയോടുള്ള വീട്ടിലാണ് കഴിയുന്നത്. മസ്തിഷ്കാർബുദം ബാധിച്ച സുബൈദ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സഹോദരിയുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. +2-ന് ശേഷം ഓട്ടോമൊബൈൽ കോഴ്സ് പഠിക്കാനാണ് കോളേജിൽ ചേർന്ന ആഷിഖ് മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടിയത്. പിന്നീട് അതിന്റെ അടിമയായെന്നും സുബൈദയുടെ സഹോദരി സക്കീന പറയുന്നുണ്ട്. ഇടയ്ക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്ന ആഷിഖിനെ ഒരു തവണ നാട്ടുകാർ പിടിച്ച് പോലീസിലും ഏൽപ്പിച്ചിട്ടുണ്ട്. കുറച്ചുനാൾ ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സയിലും കഴിഞ്ഞിരുന്നു. ബാംഗ്ലൂരിലായിരുന്നു ആഷിഖ് ഒരാഴ്ച മുൻപ്. പിന്നീടാണ് വീട്ടിലെത്തിയത്. തുടർന്ന് വെള്ളിയാഴ്ച സുഹൃത്തുക്കളുമൊത്ത് പുറത്തുപോയ ആഷിഖ് രാത്രിയോടെ തിരിച്ചെത്തി. ഈ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശനിയാഴ്ച രാവിലെ സഹോദരി സക്കീന ജോലിക്ക് പോയ സമയത്ത് ഉമ്മയും മകനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായോ എന്ന് വ്യക്തമല്ല. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.